Minoxidil lifelong use ചെയ്യണ്ടേ? Minoxidil യൂസ് ചെയ്യുന്നതുകൊണ്ട് സെക്ഷുവൽ സൈഡ് എഫക്റ്റ് വരുമോ? Minoxidil യൂസ് ചെയ്തിട്ട് നിർത്തി കഴിഞ്ഞാൽ എക്സ്ട്രാ കുറേ മുടികൾ പോകും. Minoxidil ഇതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക്ക്. ഇവിടെ വരുന്ന കുറേ പേഷ്യൻസ് എൻ്റെ അടുത്ത് ചോദിക്കാം, സാർ മിനോക്സിഡിലിനെ കുറിച്ചാണ് ഡൗട്ട്സ് കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത്. സോ അവർ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ, മിനോക്സിഡിൽ ലൈഫ് ലോങ് യൂസ് ചെയ്യണ്ടേ? മിനോക്സിഡിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് സെക്ഷുവൽ സൈഡ് എഫക്റ്റ് വരുമോ? മിനോക്സിഡിൽ യൂസ് ചെയ്തിട്ട് നിർത്തി കഴിഞ്ഞാൽ എക്സ്ട്രാ കുറേ മുടികൾ പോകുന്നു. അങ്ങനെ കുറേ തെറ്റായ ധാരണകളുണ്ട്. കൂടുതലും പേഷ്യൻസ് വന്നിട്ട് മറ്റവരുടെ അഭിപ്രായങ്ങളാണ് കേട്ടിട്ട് വന്ന് ഇവിടെ ചോദിക്കുന്നത്. ചില അഭിപ്രായങ്ങൾ പേഷ്യൻസ് വിശ്വസിക്കാറുമുണ്ട്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ അഭിപ്രായമല്ല. ഞാൻ ഒരിക്കലും അഭിപ്രായങ്ങൾ പറയാറില്ല. ഞാൻ റിസർച്ച് ബേസിസിൽ ചെയ്തിട്ടുള്ള, അതായത് സ്കിൻ ഡോക്ടേഴ്സും സർജൻസൊക്കെ ചെയ്തിട്ടുള്ള റിസർച്ചിൽ നിന്ന് നമ്മൾ എടുത്ത ടോപ്പിക്കാണ് സംസാരിക്കാൻ പോകുന്നത്. ഈ മിനോക്സിഡിൽ എന്ന് പറഞ്ഞത് 30 വർഷമായിട്ട് ഹെയറിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മരുന്നാണ്. ആദ്യം അത് BP വേണ്ടി കണ്ടുപിടിച്ച ഒരു മരുന്നാണ്. പിന്നെ അവർ മനസ്സിലാക്കിയത് മിനോക്സിഡിൽ കാരണം കുറേ മുടി റീഗ്രോത്ത് ആവുന്നുണ്ടത്. പിന്നെ അത് മിനോക്സിഡിലായിട്ട് മരുന്ന് മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങി, ഹെയർ ഗ്രോത്ത് ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി. സോ മിനോക്സിഡിൽ ആക്ച്വലി എന്താ ചെയ്യുന്നതെന്ന് അറിയാം? നമ്മുടെ സ്കിന്നിൽ, നമ്മുടെ തലയിലുള്ള സ്കിന്നിലുള്ള ബ്ലഡ് സപ്ലൈ എക്സ്ട്രാ ആയിട്ട് വരും, കുറച്ച് കൂട്ടി തരും. അപ്പോൾ നല്ലപോലെ ബ്ലഡ് സപ്ലൈ ഉണ്ടാകുമ്പോൾ നമ്മുടെ ന്യൂട്രീഷൻ സപ്ലൈ കൂടും. അതുമാത്രമല്ല ഹെയറിൻ്റെ റൂട്ടിൻ്റെ താഴെയുള്ള സെൽസ് വർദ്ധിക്കും, മൾട്ടിപ്ലൈ ആവും. ഹെയർ ഫോളിൽ മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പണ്ട് ഭയങ്കര ലെങ്തി ഹെയർ ആയിരുന്നു, പിന്നെ ഹെയറിൻ്റെ ലെങ്ത്ത് കുറഞ്ഞു, അതൊക്കെ നമ്മൾ പറയാറുണ്ട് ഇവിടെ പ്രശ്നം വരുമ്പോൾ. സോ ഈ മിനോക്സിഡിൽ എന്താ ചെയ്യുന്നത് അറിയോ? സെൽസൊക്കെ വർദ്ധിച്ച് ബ്ലഡ് സപ്ലൈ കൂട്ടുമ്പോൾ അതിൻ്റെ ലൈഫ് സ്പാൻ, അതായത് അത് ജീവിക്കാനുള്ള ശേഷി കൂട്ടിത്തരും. സോ 2 കാര്യങ്ങളാണ് നടക്കുന്നത്. ഒന്ന് ലെങ്ത്ത് കൂടും, അടുത്തത് അതിൻ്റെ ഡയമീറ്റർ, അതിൻ്റെ കനം കൂടും. പിന്നെ റൂട്ടിൽ ചെറിയ ചെറിയ റൂട്ട് ഫോളിക്കിൾസ്, റൂട്ട് ഉണ്ടെങ്കിൽ അവിടുന്ന് നമുക്ക് ഹെയർ വരും. ഇല്ലാത്ത സ്ഥലത്തിരുന്ന് ഹെയർ ഉണ്ടാവത്തില്ല. സോ മിനോക്സിഡിൽ പിന്നെ വേറെ ചോദിക്കുന്നത് സെക്ഷുവൽ സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്ന്. ഒരിക്കലുമില്ല. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റും, മിനോക്സിഡിന് ഒരു സെക്ഷുവൽ സൈഡ് എഫക്ട്സും ഇല്ല. പിന്നെ നമ്മൾ സ്പ്രേ ആയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. സ്പ്രേ ആയിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മളെ ബോഡിയിൽ ഹാർട്ടിനോ കിഡ്നിനോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമൊന്നും ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പ്രൂവ് ചെയ്തിട്ടില്ല. എല്ലാ മരുന്നിനുള്ള സൈഡ് എഫക്ട്സ് പോലെ ഇതിൽ മേ ബി ഉണ്ടാവാറുണ്ടെന്നാണ് ചില ആൾക്കാർ പറയുന്നത്. ചില ആൾക്കാർക്ക് അലർജി അഥവാ ചിലപ്പോൾ കാണും. അതും ഉണ്ടെങ്കിൽ നമ്മൾ പരിശോധിച്ച് നോക്കിയിട്ട് നമ്മൾ കറക്റ്റായി മിനോക്സിഡിൽ യൂസ് ചെയ്ത് ഡോക്ടറെ അടുത്ത് ചോദിച്ചിട്ട് യൂസ് ചെയ്താൽ മതി. ഇവിടെ അടുത്ത് വരുന്ന പ്രശ്നം എന്താ പറയുക? മിനോക്സിഡിൽ ഞാൻ ലൈഫ് ലോങ് യൂസ് ചെയ്യണമെന്ന്. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ കഷണ്ടി ലൈഫ് ലോങ് ആണ്. കഷണ്ടി മരുന്നുകൊണ്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കഷണ്ടിക്ക് മരുന്നില്ലെന്ന് നമ്മൾ കേട്ടിട്ടില്ല. അതുപോലെ മിനോക്സിഡിൽ നമ്മൾ എത്ര കാലം യൂസ് ചെയ്യുന്നോ അത്ര കാലം നമ്മളുടെ മുടി കഷണ്ടി ആവുന്നതിൻ്റെ സ്പീഡ് കുറയ്ക്കത്തേ ഉള്ളൂ. ഒരിക്കലും ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല, നിർത്താൻ പറ്റത്തില്ല. സോ ഇന്ന് ഒരു 100 മുടി കൊഴിയുന്നുണ്ടെങ്കിൽ മിനോക്സിഡിൽ യൂസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആ 100, 70, 50, 40 ആയിട്ട് കുറയത്തേ ഉള്ളൂ. ഒരു ടൈം ആകുമ്പോൾ ചിലപ്പോൾ നമ്മൾ കഷണ്ടിയായി തീരും. സോ 5 വർഷത്തിൽ കഷണ്ടി ആവുന്ന ആൾ മിനോക്സിഡിൽ യൂസ് ചെയ്താൽ മേ ബി ഒരു 10 വർഷമൊക്കെ മേ ബി നമുക്ക് അത് നീട്ടി തരാൻ പറ്റും. പിന്നെ മിനോക്സിഡിൽ നിർത്തിയാൽ എല്ലാ മുടിയും കൊഴിഞ്ഞു പോകില്ലേ എന്ന് ചോദിക്കാറുണ്ട്. മിനോക്സിഡിൽ നിർത്തിയാൽ സ്വാഭാവികമായിട്ട് നമുക്ക് ഇത്രയും കാലം നമുക്ക് പിടിച്ചു വെച്ചിരുന്ന ഹെയർ, കൊഴിയാതെ കാത്തു സൂക്ഷിച്ച ഹെയറിനെ ഒരുമിച്ച് ചിലപ്പോൾ കൊഴിയാൻ തുടങ്ങും. ഒരു എക്സാമ്പിൾ പറയട്ടെ. ഇപ്പോൾ നമ്മൾ ജിമ്മിൽ പോയാൽ, നമ്മുടെ ഒറിജിനൽ ലുക്ക് എന്ന് പറഞ്ഞാൽ മസിലും അതൊന്നും ഇല്ലാത്തതാണ് നമ്മളുടെ ഒറിജിനൽ ലുക്ക്. നമ്മൾ ജിമ്മിൽ പോയാൽ ആ ഷേപ്പ് നമ്മൾ മാറ്റിയെടുക്കുന്നു. മസിൽസൊക്കെ സൂപ്പറായിട്ട് വരുന്നു, ഷേപ്പ് ഒരു 6 പാക്സ് ഒക്കെ വരുന്നു. പക്ഷേ ജിമ്മ് വിട്ടാൽ എന്താവും? ശരിക്കുള്ള നമ്മൾ ജെനറ്റിക് നോക്കുവാണെങ്കിൽ നമ്മൾ ഒറിജിനൽ ഷേപ്പിലേക്ക് തിരിച്ച് ചെല്ലും. സോ ജിമ്മ് വിട്ടാൽ പോയി, മസിൽ തിരിച്ചും ചെറുതാവും. ഇത് തിരിച്ചും പോയാൽ തിരിച്ചും കിട്ടും. അതേപോലെയാണ് നമ്മൾ ജെനറ്റിക്കലി കഷണ്ടി ഉണ്ടെങ്കിൽ നമ്മൾ മരുന്ന് യൂസ് ചെയ്താൽ, അത് മിനോക്സിഡിൽ യൂസ് ചെയ്താൽ കുറച്ച് കാലം നല്ലപോലെ ഇരിക്കും. നിർത്തിയാൽ നമ്മൾ ഒറിജിനാലിറ്റിക്ക് തിരിച്ച് പോകാൻ തുടങ്ങും. സോ മിനോക്സിഡിൽ നല്ലൊരു മരുന്നാണ്. ഞാനും യൂസ് ചെയ്യുന്നുണ്ട്. 20 വർഷമായിട്ട് ഞാൻ മെഡിസിൻസ് യൂസ് ചെയ്യുന്നുണ്ട്. സേഫായിട്ടുള്ള മെഡിസിൻസാണ് ഞാൻ യൂസ് ചെയ്യാറ്. നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. മിനോക്സിഡിനെ കുറിച്ച് പേടിക്കേണ്ട കാര്യമില്ല. മിനോക്സിഡിനെ കുറിച്ച് നിങ്ങൾക്ക് ഇന്നും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ റിസർച്ച് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ ഉത്തരം പറയാം. സോ പ്ലീസ് യൂസ് മിനോക്സിഡിൽ ആഫ്റ്റർ കൺസൾട്ടിങ് എ ഡോക്ടർ. താങ്ക് യു.